നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ബിനു പാസ്റ്ററെ പറ്റി. അപ്പോഴാണ് ഞാൻ മറ്റൊരു വീഡിയോ കണ്ടത്. ബിനു പാസ്റ്റർ സ്വന്തം ചെയ്തികളെ വെള്ളപൂശാൻ വേണ്ടി മാത്യു ഷൗമേൽ ഒഫീഷ്യൽ എന്നൊരു ചാനലിൽ, ഒരു യൂട്യൂബ് ചാനലിൽ, കുറച്ചൊക്കെ വ്യൂവേഴ്സൊക്കെ ഉണ്ട്, ആ ചാനൽ ഒരു അഭിമുഖം ഇട്ടിരുന്നു. അതിനകത്ത് BJP-ക്കാരെ RS-കാരെയൊക്കെ വളരെ നിശിതമായി വിമർശിച്ചു. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെളിയിലാക്കണം എന്നൊക്കെ ആ അവതാരകൻ പറയുന്നു. അതിന് കേസ് കൊടുത്താൽ പറ്റും എന്ന് പറയുന്നു. ഇങ്ങനെ ചില വിഡ്ഢിത്തങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ കേട്ടു. ഇത് പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെളിയിലാക്കാൻ പറ്റുമോ, കോടതി കേസ് കൊടുത്താൽ പറ്റുമോ, ട്രിബ്യൂണൽ ഏതോ ഒരു വിധി അദ്ദേഹത്തിന് പള്ളി പണിയാനുണ്ടെന്നും മറ്റുമൊക്കെ ആയിട്ടുള്ള വാദഗതികളാണ് ബിനു പാസ്റ്റർ അതിനകത്ത് അവതരിപ്പിച്ചത്. പക്ഷേ ബിനു പാസ്റ്ററിന് അതിൽ ഒരു അബദ്ധം പറ്റി. ബിനു പാസ്റ്റർ ചിലതൊക്കെ സമ്മതിച്ചു. എന്തൊക്കെയാണ് സമ്മതിച്ചതെന്നറിയാം? ബിനു പാസ്റ്ററിനെതിരെയുള്ള ഇപ്പോഴത്തെ ആരോപണം അവരുടെ സ്ഥാപനത്തിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനെ ദേഹോപദ്രവം ചെയ്തു എന്നാണ്. ആ ആരോപണം ബിനു പാസ്റ്റർ സമ്മതിച്ചു. അത് അധികം ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ ആ വീഡിയോ ഞാൻ പലവട്ടം കണ്ടു. അത്രയും ഭാഗം, അത്രയും ക്ലിപ്പിംഗ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ പയ്യനെ അടി കൊടുത്തു എന്ന് പറയുന്ന ഭാഗം ഞാൻ കേൾപ്പിക്കാം, കണ്ടോളൂ. എന്തോ അവിടുത്തെ ഇഷ്യൂ എന്തുവാ ഈ പിള്ളേരെ തമ്മിൽ? സാറേ, ഈ കുട്ടികൾ രണ്ടുപേരും, അവിടെ ഒരു അഭിഷേക് എന്ന് പറഞ്ഞ മറ്റൊരു കുട്ടിയാണ്. അഭിഷേകിന്റെ പിതാവ് ഇപ്പോഴും നമ്മുടെ കൂടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഈ ഇവന്മാര് തമ്മിൽ അടിയുണ്ടായി. ഈ ഇതിനകത്ത് പിടിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ ആളുകൾ അവിടെ ചെന്നു. അവരൊക്കെ തല്ലുകൊടുത്തു, അടി കൊടുത്തു എന്നുള്ള കാര്യമാണ്. ഇത് നിയമത്തിന്റെ മുമ്പിൽ കിടക്കുന്ന കാര്യം. അതുകൊണ്ട് എനിക്ക് അത്ര ഡിസ്കസ് ചെയ്യാൻ പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ബിനു പാസ്റ്റർ അതിനകത്ത് പറഞ്ഞു. ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുമെന്ന്. അത് ബിനുവിന്റെ വീട്ടിൽ എത്ര കുട്ടികളെ താമസിപ്പിക്കുന്നുണ്ട്? സാറേ, എന്റെ വീട്ടിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, കുട്ടികൾ എന്ന് വെച്ചാൽ മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്താൽ ആർക്കും വേണ്ടാത്ത, ഇപ്പൊ ഈ വന്ന ഇഷ്യൂലാത്തുള്ള കുട്ടി അവരോട് താമസിക്കുന്നുണ്ടോ? ഇല്ല, താമസിക്കുന്നില്ല. ഒരു കുട്ടി പോലും താമസിക്കുന്നേ. താമസിക്കുന്നേ നമ്മൾ ഈ ഇങ്ങനെ വരുന്ന കുട്ടി, അല്ലാതെ വരുന്ന കുട്ടികളൊക്കെ ഞാൻ എന്റെ വീട്ടിൽ താമസിപ്പിക്കും. അങ്ങനെയാണ് കുട്ടികളെ താമസിപ്പിക്കാൻ. അതായത് 18 വയസ്സ് തികയാത്ത കുട്ടികളെ, ആണായാലും പെണ്ണായാലും. CWCയുടെ അനുവാദമില്ലാതെ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെയും രക്തബന്ധമില്ലാത്ത ആർക്കും കൂടെ താമസിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യണം. അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ബിനു പാസ്റ്റർ അതിൽ സമ്മതിച്ചു, ഞാൻ അങ്ങനെ താമസിപ്പിക്കാറുണ്ടെന്ന്. അത് തന്നെ ഒരു ഒഫൻസാണ്. അപ്പോൾ 2 ഒഫൻസാണ് ബിനു പാസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചു. ഒരു നിയമപരമായ അനുവാദവുമില്ലാതെ പെർമിഷൻ എടുക്കാതെ താമസിപ്പിച്ചു. ഇനി പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രായപൂർത്തിയാകാത്ത പയ്യനെ അടി കൊടുത്തു എന്ന് അദ്ദേഹത്തിന് വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ആരോപണം തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അടി കൊടുത്തു എന്നുള്ളതാണ് ഉന്നയിക്കുന്നത്. ബിനു പാസ്റ്റർക്ക് പറ്റിയ ഒരു വലിയ മണ്ടത്തരമാണ്. ആ വീഡിയോ അധികം ആരും ശ്രദ്ധിച്ച് കാണില്ല. പക്ഷേ ഞാൻ അത് വളരെ സശ്രദ്ധം വീക്ഷിച്ചു. പിന്നെ അതിലെ അവതാരകൻ വളരെ കത്തിക്കയറുന്ന കണ്ടു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പറക്കും അവരാരാ, എന്തു ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് കണ്ടു. അയാൾ ഏതോ ഒരു വിഡ്ഢിയാൻ എന്ത് ഇരുന്ന് പറയാം, ഒരു ചാനൽ ഉണ്ടാക്കി കുത്തിയിരുന്ന് പറയാം. യാതൊരു തരമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്തുള്ള പറച്ചിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് പരാമർശിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണണം, വ്യക്തമായി പലവട്ടം കാണണം. ആ വീഡിയോയിലൂടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അറിയാതെ കുറ്റം സമ്മതിച്ചു പോയി. ആ വീഡിയോയിലൂടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അറിയാതെ കുറ്റം സമ്മതിച്ചു പോയി. അത് അദ്ദേഹത്തിൻ്റെ ഒരു നാക്കിൻ്റെ പിഴവാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന ചെയ്തികളെല്ലാം തെറ്റാണ്. അതുകൊണ്ട് വന്ന പിഴവാണ്. ആ പിഴവ് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത പിഴവാണ്. നന്ദി, നമസ്കാരം.